പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഓർത്ത് ക്രിസ്തുയേശുവിൽ വന്ദനം പറയുന്നു. അതുപോലെ ദൈവത്തെ ഏറ്റവും മഹത്വപ്പെടുത്തുന്നു. സാജു ബ്രദർ പറഞ്ഞതുപോലെ ശരീരത്തിന് ചെറിയ വീക്ക്നെസ് ഉണ്ട്. ജോയിലിന് അത്ര സൗഖ്യമില്ല. പക്ഷെ ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു വീക്ക്നെസ് അതൊരു സാത്താനികമായ അറ്റാക്ക്, അത് പ്രത്യേകിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കെതിരായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് എനിക്കത് തോന്നുന്നു. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ദൈവം അടിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഹല്ലേലൂയ, ആ കാര്യം നമുക്ക് യഥാർത്ഥമായി നമ്മുടെ ഹല്ലേലൂയ ആത്മമണ്ഡലങ്ങളിൽ വെളിപ്പെട്ടാൽ ഹല്ലേലൂയ, ആ ഒരു വെളിപ്പാട് ഹല്ലേലൂയ നമുക്കൊരു ഹല്ലേലൂയ പരിജ്ഞാനമായി പരിവർത്തിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യഥാർത്ഥമായ ഹല്ലേലൂയ ഒരു മാറ്റം, യഥാർത്ഥമായി നമ്മുടെ ലൈഫ് യേശു എന്തുദ്ദേശിക്കുന്നു, യേശു എന്ത് ഡിസൈൻ ചെയ്തോ ആ ഡിസൈനിൽ തന്നെ ഹല്ലേലൂയ യേശുവിനോട് ചേർന്ന് ഹല്ലേലൂയ നിന്ന് യേശുവിനോട് ചേർന്ന് നടപ്പാൻ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ വചനവേദഭാഗങ്ങളിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. കാരണം ഇതുവരെ ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലത്തെ ഉള്ള ഒരു മർമ്മം ഹല്ലേലൂയ യെസ് ആമേൻ അല്ല. ഹല്ലേലൂയ എനിക്കത് വളരെ ഹല്ലേലൂയ ശക്തമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയി യെസ് എനിക്കത് തോന്നി. അത് ദൈവം എന്നെ അത് മനസ്സിലാക്കിപ്പിച്ചു തന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് അറിയാം, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അതാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെ പഠിപ്പിക്കുന്ന ആ ഒരു വാക്യങ്ങളുണ്ടല്ലോ. മത്തായി സുവിശേഷം 6-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 6-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുകയും, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ആമേൻ. ഹല്ലേലൂയ. അത് മതി, ബാക്കി നമുക്ക് വരാം. ഹല്ലേലൂയ. ഈ ഭാഗത്ത് പ്രാർത്ഥനയുടേതായ ആ പാറ്റേൺ യേശു നമുക്ക് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷം 11-ന്റെ 1 വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് മതി. അത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള കാര്യം നമുക്കിവിടെ കാണുവാൻ കഴിയും. പക്ഷേ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്തതും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇവിടെ ഒരു ശിഷ്യൻ ചോദിച്ചു. അവൻ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശിഷ്യരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരെ നമ്മൾ ഈ കാര്യം വളരെ വ്യക്തമായി നമുക്ക് ആഴത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവമേനോട് സംസാരിക്കണമേ എന്നുള്ള ആ ഒരു മനോഭാവത്ത്, ദൈവമേനോട് ഇടപെടണമേ എന്നുള്ള മനോഭാവത്തിലൂടെ ഇരിക്കണമേ എന്ന് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. ഈ യേശുവിൻ്റെ കൂടെയുണ്ട് ശിഷ്യന്മാരെപ്പോഴും. ഹല്ലേലൂയ. ഫുൾ ടൈം യേശുവിൻ്റെ കൂടെയുണ്ട്, എക്സെപ്റ്റ് ഈ രാവിലെയുള്ള പ്രാർത്ഥന. യേശു ഒറ്റയ്ക്ക് പോയി അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂട്ടാതെ പോയി യേശു പ്രാർത്ഥിക്കുമായിരുന്നു. അത് അല്ലാതെ ബാക്കി ഫുൾ ടൈം ശിഷ്യന്മാർ കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അത് എവിഡന്റ് ആ രഹസ്യമായിട്ട് സീക്രട്ടായിട്ട് യേശുവില് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ടെങ്കിൽ ഈ യേശു ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായി
യേശു ചെയ്യുന്ന പ്രവൃത്തിയും യേശുവിൻ്റെതായ സകല പദ്ധതിയുടെയും ഹല്ലേലൂയ എനർജി യേശുവിന്റെ ആ പ്രാർത്ഥനയിൽ നിന്നാണ് വരുന്നത്. അതിലെന്തോ സീക്രട്ട് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഈ കാര്യം നമ്മൾ യഥാർത്ഥമായി ഏറ്റെടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സ്തോത്രത്തോടെ അല്ലെങ്കിൽ അർപ്പിക്കണം. ആസ്ക്, സീക്ക്, നോക്ക്. നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇച്ഛിക്കുന്നത് അപേക്ഷിക്കാം. അതായത് നമ്മൾ അപേക്ഷിച്ചേ പറ്റൂ. അത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഈ കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കിങ്ഡം ആരുടെയാ? യേശുവിന്റെ അല്ലെ, ദൈവത്തിന്റെ അല്ലേ? അപ്പോ ദൈവത്തിന് അതങ്ങ് ചെയ്താൽ പോരെ? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണോ കൊയ്ത്തിനുള്ള ആളെ അയക്കേണ്ടത്? ഹല്ലേലൂയ. അതേപോലെ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ പ്രാർത്ഥനയിൽ നമുക്ക് തോന്നാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്നെ നമുക്ക് ശേഷമുള്ള ഈ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുകയാണ്, ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം നൽകണമേ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഈ യേശുവിന്, നമ്മുടെ അപ്പന്, നമുക്ക് വേണ്ടി ജീവൻ തന്നവന് നമ്മുടെ അന്നന്നത്തേക്കുള്ള ആഹാരം തരിക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമല്ലേ? അതായത് ആദ്യത്തെ പ്രാർത്ഥനയെ തന്നെ ഇതും കൂടി കവറായി പോകുന്നില്ലേ? ഹല്ലേലൂയ. നമ്മളിത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സിസ്റ്റം നമ്മൾ ദൈവത്തോട് ചോദിക്കുക. ഓ ജീസസ്, അല്ല, ചോദിക്കുന്ന കാര്യം ഹല്ലേലൂയ, യെസ്, ദൈവം തരും. ഹല്ലേലൂയ. ആ കണ്ണു കാണാൻ മേലാത്ത അദ്ദേഹം, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ ചോദിച്ചു. അപ്പോ ദൈവം ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് തരണം? അപ്പൊ ദൈവം ഓൾറെഡി കരുണ ഉണ്ടാവണമെന്ന് ചോദിച്ചപ്പോ കരുണയോടെ ദൈവം ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് തരണം? ഹല്ലേലൂയ. ദൈവത്തിന്, യേശുവിന് അറിയില്ല ഇവൻ ബ്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ യേശു തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്ത് എന്ന് അറിയുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. അപ്പോ എന്ത് ചോദിക്കണം എന്നുള്ള കാര്യം പ്രാർത്ഥനയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു മർമ്മമാണ്. ഞാൻ എന്ത് ചോദിക്കും? എന്താണ് എൻ്റെ യഥാർത്ഥമായ ആവശ്യം? ഹല്ലേലൂയ. അപ്പോ ഈ പ്രാർത്ഥനയുടെ ഈ കാര്യം, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ആ പ്രാർത്ഥനയുടെ പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേണിൽ തന്നെ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? ഹല്ലേലൂയ. ചോദിക്കുന്ന ദൈവം തരാൻ പോണേ. അപ്പോ ആ ചോദ്യം വളരെ പ്രസക്തവും വളരെ കറക്റ്റും ആയിരിക്കണം. ചോദ്യം, ദൈവം അങ്ങനെ ഒരു ഓപ്ഷൻ തന്നാൽ നമ്മൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ആ കാര്യങ്ങളിലോട്ട് ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം വന്നു പെടാനൊക്കെ ചാൻസ് ഉണ്ട്. ദൈവത്തിന്റെ സിസ്റ്റമാണ് ഈ വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, ചോദിച്ചാലേ കിട്ടൂ, മുട്ടിയാലേ തുറക്കൂ. അപ്പോ എന്ത് നമ്മൾ ചോദിക്കണം എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ്. അപ്പോ ഞാൻ ഇന്ന് പഠിക്കുവാൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥന എന്നുള്ള ആ കാര്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ, നമ്മൾ എന്ത് ദൈവത്തോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് യഥാർത്ഥമായി ദൈവത്തോട് ആവശ്യപ്പെടും എന്നുള്ള ആ ഒരു കാര്യം, അതിൻ്റെ ടെക്നിക്കാലിറ്റീസോ അല്ലെങ്കിൽ അത് എങ്ങനെയാ അത് നടക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതൊരു മർമ്മമാണ്. ഹല്ലേലൂയ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ മർമ്മമാണ്. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി നമുക്ക് സദൃശവാക്യം
16 അധ്യായം 2 വാക്യം വായിക്കാം. സദൃശവാക്യം 16 അധ്യായം 2 വാക്യം. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടുപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ആമേൻ. മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ മർമ്മം ഒളിഞ്ഞു കിടക്കുന്ന ഒരു വാക്യമാണ്, പ്രസ്താവനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ശലോമോൻ രാജാവിന്റെ ഹല്ലേലൂയ ആ ജ്ഞാനത്തിൽ നിന്ന്, ദൈവം കൊടുത്ത ദൈവിക ജ്ഞാനത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്ന ഈ കാര്യം, ഈ വാക്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. All ways of a man are clean in his own sight. ഒരു ദൈവമക്കളെ, ഈ ഒരു കാര്യം ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നമുക്ക് നമ്മുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നിയിട്ടാ എല്ലാ മനുഷ്യനും, ഭൂമിയിലെ മിക്കവാറും എല്ലാ മനുഷ്യനും കോമൺ സെൻസ് ഉള്ള, അതായത് ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ലാതെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എല്ലാ മനുഷ്യനും ജീവിക്കുന്നത് അവന്റെ സെൻസിൽ നിന്നാണ്. അതായത് അവൻ ചിന്തിക്കുന്ന, ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് അവൻ സംസാരിക്കുന്നതും അവൻ പ്രവർത്തിക്കുന്നതും അവൻ അഭിപ്രായപ്പെടുന്നതും. ഹല്ലേലൂയ. അപ്പൊ ചിലപ്പോ വേറൊരു ആളുടെ ആശയം ഇവന്റെ ആശയവുമായിട്ട് ഒത്തുപോയില്ലെങ്കിൽ അവൻ വിചാരിക്കും മറ്റവൻ തെറ്റാണ്, ഞാനാ ശരി. ഹല്ലേലൂയ. ഇത് കറക്റ്റ് ആയിട്ടല്ല അങ്ങനെ സോളമൻ എഴുതിയിരിക്കുന്നത്. അതായത് മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. ശലോമോൻ എഴുതിയേക്കുന്ന സാധാരണഗതിയില്, സാധാരണ കോമൺ സെൻസ് ഉള്ള, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സാധാരണ രീതിയില് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, അഭിപ്രായം പറയുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ്. എന്നിട്ട് ശലോമോൻ അതിനൊരു പ്രശ്നമില്ല. ശലോമോൻ കറക്റ്റായിട്ട് അത് എഴുതിയേക്കുക. പക്ഷേ അതിന്റെ അടുത്ത പാർട്ടിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ഹല്ലേലൂയ. ഇത് വളരെ ഒരു മർമ്മമാണ്. യഹോവ ഇവന്റെ അഭിപ്രായത്തെ അല്ല യഹോവ നോക്കുന്നത്, പകരം യഹോവ അവന്റെ ആത്മാക്കളെ തൂക്കി നോക്കുന്നു, അവന്റെ ആത്മാവിനെ തൂക്കി നോക്കുന്നു. അതായത് ദൈവത്തിന്റെ നോട്ടം, ദൈവത്തിന്റെ പോക്ക്, ഹല്ലേലൂയ, ഇവന്റെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അഭിപ്രായത്തിലോട്ട് അവൻ എങ്ങനെ അറൈവ് ചെയ്തു എന്ന് ഈ ആത്മാക്കളെ തൂക്കി നോക്കിയാൽ ദൈവത്തിന് മനസ്സിലാവും. ഹല്ലേലൂയ. ഞാൻ എന്റെ കുറച്ച് ഒരു മിസ്റ്ററിയാണ് ഇത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഒരു കാര്യമാണ്. ഇപ്പോ ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, അപ്പൊ ഞാൻ അത് ശരിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാനത് ചെയ്യുന്നത്. ആ കാര്യം മറ്റുള്ളവന് ശരിയാവണമെന്നില്ല. ഓക്കെ, എല്ലാ മനുഷ്യരുടെ കാര്യം എങ്ങനെയാ. പക്ഷേ ഇവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന്റെ ശരിയിലോട്ട് എത്തുന്നത്, അവന്റെ വഴികളെ അവൻ എങ്ങനെയാ, ഇതാണ് വേ, ഞാൻ ഇന്ന കോഴ്സിന് ചേരും, അല്ലെങ്കിൽ ഇന്ന ജോലിക്ക് പോകും, ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്നുള്ള അവന്റെ ശരികളിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്. അല്ല, അവിടെ ശലോമോൻ തന്നെ പറയുന്നു, ഈ ആത്മാവിന്റെ ഒരു കളി, അത് ആത്മാവിൽ എന്തോ സംഭവിച്ചിട്ടാണ് അവൻ ആ ശരിയിലോട്ട് എത്തുന്നത്. അല്ല, ഇനി അതെന്താണെന്ന് നോക്കണം. അല്ലല്ലോ. അപ്പോ ഞാൻ ഇതിനു മുമ്പേ, ഞാൻ ചർച്ചിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു കാര്യം ഒരു മീറ്റിംഗിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ അവനൊരു ബോഡിയുണ്ട്,
അവനൊരു സോളുണ്ട്, അവനൊരു സ്പിരിറ്റ് ഉണ്ട്. മൂന്നും കൂടിയതാ മനുഷ്യൻ. ഈ മലയാളത്തിലെ ബൈബിളിൽ ഒരു പ്രശ്നമുണ്ട്. ഈ സോളും സ്പിരിറ്റും രണ്ടും ആത്മാവെന്ന് തന്നെ എഴുതിയേക്കുന്ന ചില ഭാഗങ്ങളിലൊക്കെ സോളിന് പ്രാണൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 3 വാക്കും കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന് ആത്മാവ്, അവന് സോള്, അവന് ബോഡി. ഹല്ലേലൂയ. ഈ സഭാപ്രസംഗിയില് നമുക്കത് മനസ്സിലാവും. ഈ മണ്ണ് ബോഡി പൊടിയോട് മണ്ണിനോട് ചേരുന്നു. ഈ സോള് ആണ് മരണശേഷവും നിൽക്കുന്ന സാധനം. ഒന്നിൽ അതിന്റെ ദൈവം ഉദ്ദേശിച്ച അവന്റെ ലൈഫിന്റെ അവസ്ഥ അനുസരിച്ച് സോൾ പോകേണ്ട സ്ഥലത്തോട്ട് പോകുന്നു. ഈ ആത്മാവാണ് ഈ മനുഷ്യനെയും ഹല്ലേലൂയ ദൈവത്തെയും അഥവാ സാത്താനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റം. ഹല്ലേലൂയ. ഇനി വേറൊരു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, ഒരാളെങ്ങനെ അന്യഭാഷ പറയുന്നത്, ഒരാളെങ്ങനെ ശക്തിപ്പെടുന്നത്, അവന്റെ ആത്മാവിലോട്ട് പരിശുദ്ധാത്മാവ് വന്ന് അവന്റെ സോളിനെയും അവന്റെ ബോഡിയെയും യഥാർത്ഥമായി കൺട്രോൾ ചെയ്ത് അവന്റെ ഹല്ലേലൂയ നാവിലൂടെ ആമേൻ ആ അന്യഭാഷ വരുന്നു. ഹല്ലേലൂയ. ശരിയല്ലേ? ദൈവത്തിന്റെ സിസ്റ്റം അതങ്ങനെ വർക്കുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് അവന്റെ ആത്മാവിലോട്ട് കിടന്ന് അവന്റെ സോളിലും ബോഡിയിലും പ്രവർത്തിച്ചിട്ടാണ് അവൻ അന്യഭാഷ പറയുന്നത്. ഹല്ലേലൂയ. ഇതേ പരിപാടി നെഗറ്റീവ് രീതിയിൽ നടക്കും. അതായത് ഇവന്റെ സ്പിരിറ്റിനെ സ്വാധീനിക്കുന്നത് സാത്താനാണെങ്കിൽ, ഈ സാത്താൻ അവന്റെ ആത്മാവിലോട്ട് കടന്ന് അവന്റെ സോളിനെയും അവന്റെ ബോഡിയെ നിയന്ത്രിച്ച് അവനെ കൊണ്ട് പാപം ചെയ്യിക്കും, ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം ചെയ്യിക്കും. ഹല്ലേലൂയ. ഈ അടിസ്ഥാന തത്വം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇവിടെ ശലോമോൻ രാജാവ് എഴുതിയേക്കുന്നത്, ഒരു മനുഷ്യൻ അറൈവ് ചെയ്യുന്നത് ഇവന്റെ ഇൻപുട്ട് ഫീഡ് എന്താന്ന് അനുസരിച്ചിരിക്കും. ഇവൻ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടിയാണ്, ആ ആത്മാവ് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് അവന്റെ സ്പിരിറ്റിനെ ബോധപൂർവം ഏൽപ്പിച്ചാൽ അവൻ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ദൈവികമായ സിസ്റ്റത്തിലായിരിക്കും. പക്ഷേ ഇവൻ ഇത് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അവൻ ജീവിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ചിന്താഗതികളെ സ്വാധീനിക്കുന്നത്, അവന്റെ ആത്മാവുമായിട്ട് കൂടുതൽ സമയം സംവേദിക്കുന്നത് സാത്താനികമായ സിസ്റ്റം ആയിരിക്കും. ആ സാത്താനികമായ സിസ്റ്റം ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി ബിലീവ് ചെയ്യിപ്പിക്കുന്ന ശരിയായിരിക്കും അവൻ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല. പകരം ഹല്ലേലൂയ അത് ഹല്ലേലൂയ അവനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകത്തി വിടുന്ന ചില കാര്യമായിരിക്കും. പക്ഷേ അയാൾക്ക്, ഒരു വ്യക്തിക്ക് അവൻ ചെയ്യുന്നത് ശരിയായിട്ട് തോന്നും. ഹല്ലേലൂയ. അപ്പോ ഈ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ ദൈവം പറയുന്നു, ഈ ദൈവം സ്പിരിറ്റിനെ വെയ് ചെയ്യുന്നു, തൂക്കി നോക്കുന്നു. അപ്പോ നമ്മൾ ഹല്ലേലൂയ, ഓ ജീസസ്, ഞാൻ ഇതിന്റെ ആ ഒരു യഥാർത്ഥമായ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. സങ്കീർത്തനം 35 ഹല്ലേലൂയ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 31 1 മുതൽ 6 വരെയുള്ള വാക്യം. ദാവീദിന്റെ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എന്നിലേക്ക് ചായ്ച്ചെന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയാകും, എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്തതയുമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇവിടെ ഈ വാക്യം അല്ലെങ്കിൽ ഈ വേദഭാഗത്തില് നമുക്ക് കാണുവാൻ കഴിയും. 31 തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. കാരണം ഈ ദാവീദ് പല
പ്രശ്നങ്ങളും ഫേസ് ചെയ്യുകയാണ്. ശത്രുക്കൾ അവനെതിരായിട്ട് തിരിയുന്നു. അവന് ഒരു ഒരു സെക്യൂരിറ്റി ഫീലിംഗ് തോന്നുന്നില്ല. വളരെ പ്രശ്നങ്ങളില് ഒക്കെ അകപ്പെട്ട് അവൻ ലജ്ജിക്കുന്ന അവസ്ഥയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ലജ്ജിച്ചു പോകല്ലേ. അങ്ങനെ ലജ്ജിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. നമ്മുടെയൊക്കെ ലൈഫില് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ ആത്മീയമായ, സാമൂഹ്യമായ, സാമ്പത്തികമായ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, ജോലി സംബന്ധമായ മേഖലകളിൽ പല സ്ഥലങ്ങളിലും നമ്മളെ ലജ്ജിപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനും നോക്കുന്ന ഒരു അന്ധകാര ശക്തി എപ്പോഴും നമ്മുടെ പിന്നിലുണ്ട് എന്നുള്ള ഒരു ഫാക്ട് നമ്മൾ ഓരോരുത്തരും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. ഇത് ദാവീദിന് ബാധകമാണെങ്കിൽ പ്രിയ ദൈവമക്കളെ നമുക്കൊക്കെ എത്ര അധികം. എന്നിട്ട് ഈ ദാവീദ് ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദാവീദ് എന്ത് ടാക്ടിക്സാ ഉപയോഗിച്ചെന്ന് നോക്കിയേ. ദാവീദ് ഇവിടെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ, സ്പിരിറ്റിനെ, റൂഹേനെ ഭരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. ലജ്ജിക്കാതിരിക്കണമോ? ഹല്ലേലൂയ. ദാവീദിന് ഈ ഒരു റെവലേഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദാവീദ് എന്നുള്ള വ്യക്തി അവനൊരു ബോഡിയാണ്, അവനൊരു സോൾ ഉണ്ട്, അവനൊരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് പൂർണ്ണ ബോധത്തോടെ അവന്റെ ഈ ആത്മാവിനെ ദൈവത്തിന്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ അവൻ ചിന്തിക്കുന്നത് അവന്റെ ഇൻപുട്ട് ഫീഡ് ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഓ, ആ സമയത്ത് യഹോവ അവനെ തൂക്കി നോക്കിയാൽ സാത്താന്റെ സ്പിരിറ്റ് അല്ല അവന്റെ ആത്മാവിലുള്ളത്, പകരം ദൈവത്തിന്റെ സ്പിരിറ്റ് ആണ് ആത്മാവിലുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ പ്രവൃത്തി, അവന്റെ വഴി വെടിപ്പായിട്ട് അവന് തോന്നുന്നത് ശരിക്കും വെടിപ്പായിരിക്കും. ഹല്ലേലൂയ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്, മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ആക്ച്വലി അത് മലയാളത്തിലും ഇംഗ്ലീഷിലും മിക്കവാറും പല ഭാഷകളിലും തെറ്റായിട്ടാണ് എഴുതിയേക്കണേ. അല്ല, ദൈവം എന്നോട് പറഞ്ഞു, ഈ മിഥ്യാമൂർത്തി എന്നുള്ള വാക്യത്തിന്റെ ഹീബ്രു ചെക്ക് ചെയ്യുക. ഞാൻ ഹീബ്രു ചെക്ക് ചെയ്തിട്ട് നോക്കിയപ്പോ അവിടെ കാണാൻ കഴിയുന്നത് ആ വാക്കിനർത്ഥം ഐഡൽ എന്നല്ല, ആക്ച്വലി വാനിറ്റി എന്നാണ്. വാനിറ്റി. മിഥ്യ എന്നുള്ള ശരിയാ, മിഥ്യ മൂർത്തി അവരെ എങ്ങനെ ആടിയതാ, വാനിറ്റിയാണ്. അതായത് എന്നിട്ട് ദൈവനോട് പറഞ്ഞു, ഈ സഭാപ്രസംഗി 1-ാം അധ്യായം 2-ാം വാക്യം മുതലുള്ള സകലതും മായ എന്നുള്ള വാക്ക് പോയി നോക്കാൻ പറഞ്ഞു. ഈ 2 വാക്കും സെയിമാ. മിഥ്യാമൂർത്തി എന്നുള്ള വാക്ക് അത് നമ്മൾ, അതായത് ഐഡൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് സാത്താൻ അവിടെ എങ്ങനെയോ കടന്നു കുറിക്ക് ചെയ്തതാണ്. ഹല്ലേലൂയ. ആക്ച്വലി ഹീബ്രുവില് മായ എന്നുള്ള വാക്യാണ് അത് കൊടുത്തേക്കുന്നത്. ഈ സദൃശവാക്യത്തിലുള്ള ഈ സങ്കീർത്തനത്തിലുള്ള ഈ 6-ാം വാക്യവും അതുപോലെ സഭാപ്രസംഗിൽ 1-ന്റെ 2-ാം വാക്യത്തിലെ മായ എന്നൊക്കെ പറഞ്ഞ സെയിം വാക്യ. അപ്പോ ആ ഒരു യഥാർത്ഥമായ അർത്ഥം വെച്ചിട്ട് ദാവീദ് ആരെയാ പകയ്ക്കുന്നത്? ഹല്ലേലൂയ. ഓ ജീസസ്. മിഥ്യേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ മിഥ്യ എങ്ങനെ അവന് വന്നേ? ഹല്ലേലൂയ. ഓ, അവന്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ, അവന്റെ സ്പിരിറ്റ് മൊത്തം കൈകാര്യം ചെയ്തത് ആ ദുഷ്ടനാ. ഹല്ലേലൂയ. ഒരുപക്ഷെ അവനത് അറിയില്ലായിരിക്കും ആ ഒരു മർമ്മം. പ്രിയ ദൈവമക്കളെ, ദാവീദ് കൊടുത്തതുപോലെ, മനഃപൂർവ്വം കൊടുത്തതുപോലെ, ഓ ജീസസ്, ഹല്ലേലൂയ, ആത്മാവിനെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും എപ്പോഴും ഏൽപ്പിക്കേണ്ടതാ. അപ്പോ നമുക്ക് വരുന്ന ചിന്തകള്, നമുക്ക് വരുന്ന നമ്മുടെ ആശയങ്ങള്, ഐഡിയകള്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായി വരുന്ന ആ വേസ് ഉണ്ടല്ലോ, പെർഫെക്റ്റ്ലി ഓർഡറായി വരുന്നത് കാണാൻ കഴിയും. അതെന്റെ അനുഭവമാണ്. പ്രിയ ദൈവമക്കളെ, ശലോമോൻ സഭാപ്രസംഗിയില് സകലവും മായ എഴുതിയേക്കുന്നത്
ചുമ്മാതൊന്നുമല്ല. 2-3 അധ്യായങ്ങൾ 3-4 അധ്യായങ്ങൾ എടുത്തെടുത്ത് എന്തുകൊണ്ടാണ് സകലതും മായ എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അവിടെ പല ആസ്പെക്റ്റില്. ഹല്ലേലൂയ. വളരെ വ്യക്തമായി അവിടെ നിങ്ങൾക്ക് സമയമനുസരിച്ച് വായിച്ചാൽ മതി. ഹല്ലേലൂയ. എന്തുകൊണ്ട് സലോമോൻ വെറുതെ പറയുന്നതല്ല, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ പറയുന്നതല്ല, ഈവൻ ജ്ഞാനം പോലും കൂടുതൽ സമ്പാദിക്കുന്നത് ദോഷമാണെന്ന അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. യെസ്, എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. ഓ യെസ് യെസ് യെസ്. ഹല്ലേലൂയ. അപ്പോൾ യെസ്, എന്താണ് ശരിക്കുള്ള വഴി? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ വഴിയുണ്ടല്ലോ. ഫസ്റ്റ് അവൻ മനസ്സിലാക്കണം, യെസ്, ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഒരു ആത്മാവുണ്ട്, ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഒരു സോളുണ്ട്. മരിച്ചതിന് ശേഷം ആ സോളാണ് ഏത് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത് എന്ന് യെസ് ആമേൻ ഹല്ലേലൂയ യെസ് ഉദ്ദേശിക്കുക. അതാണ് യെസ് യഥാർത്ഥമായ ആ നിത്യജീവന്റെ സാധനത്തിലോട്ട് പോകുന്ന സംഭവത്തിലുണ്ടല്ലോ, ആ സോളാണ് അത് ശരിക്കും പോകുന്നത്. ബോഡി അത് നശിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ശരിയെന്ന് തോന്നുന്നത് നമുക്ക് ശരിയാണ്. ആക്ച്വലി ശലോമോൻ അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷേ അവൻ ആ ശരിയിലോട്ട് എത്തിയത് അവന്റെ ആത്മാവിൽ. ഹല്ലേലൂയ. യെസ്, ഒന്നുകിൽ സാത്താൻ കടന്നുകൂടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നുകൂടി അവനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവനെ ബിലീവ് ചെയ്യിപ്പിച്ച് ചില കാര്യങ്ങളാണ് അവന്റെ ശരി. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഈ ഒരു മർമ്മം യെസ് ആമേൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കാൻ യെസ് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താണ് പ്രാർത്ഥിക്കുക, എന്താണ് നമ്മുടെ ശരി, എന്താണ് നമുക്ക് വേണ്ടത്? ഹല്ലേലൂയ. യെസ്, ശരിക്കുമുള്ള ശരിയുണ്ടല്ലോ, മായ അല്ലാത്ത. യെസ് ഹല്ലേലൂയ. മായ നശിക്കുന്നതല്ലാത്ത യഥാർത്ഥമായ ദൈവിക പ്രവൃത്തി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ അപ്പന്റെ കയ്യിലോട്ട് ഒന്ന് കൊടുത്തു നോക്ക്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊടുത്തു നോക്ക്. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെടുന്നത് കാണാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളോട് പറയുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ആത്മാവിന് അങ്ങനെ നടക്കുന്നത്. യെസ് ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ എന്ന് പറയുന്നത് വെറുതെ അല്ല. ആത്മാവിനെ കൊടുത്തു നോക്ക്. യെസ്, വ്യക്തമായി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് വ്യക്തമായി പറഞ്ഞു നൽകും. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്കും പല സാധനം ശരിയെന്ന് തോന്നും. പക്ഷേ ആ ദുഷ്ടപിശാച് ആ പത്രോസിനെ കൊണ്ട് യേശുവിനോട് നീ ക്രൂശിക്കപ്പെടേണ്ട എന്ന് പറയിപ്പിച്ച ദുഷ്ടൻ നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുവാനും സംസാരിക്കുവാനും ഇടപെടുവാനും പ്രേരിപ്പിച്ച് നമ്മളെ വേറൊരു വശത്തിലോട്ട് കൊണ്ടുപോകും. പ്രിയ ദൈവങ്ങളെ, ഇതൊരു മിസ്റ്ററിയാ. ഫ്രം ടുഡേ ഓൺവേഴ്സ് നൗ ഓൺ. ഹല്ലേലൂയ. യെസ്, ഇത് കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ എളിയ അഭ്യർത്ഥന, ദൈവത്തോട് തന്നെ, ഈ സോനു എന്നുള്ള വ്യക്തി ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, ദൈവം ഇത് ശരിയാണോ? ശരിയാണെങ്കിൽ ഇത് വേണം, തെറ്റാണെങ്കിൽ അതിന് എനിക്ക് പ്രൂഫ് തരണം എന്ന് ദൈവത്തോട് ചോദിച്ച് മേടിച്ച് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോവുക. ഹല്ലേലൂയ. ദി നെയിം ഓഫ് ജീസസ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സദൃശ സഭാപ്രസംഗിൽ പറയുന്ന പോലെ ഈ ലൈഫ് മൊത്തം ബുദ്ധിമുട്ടിലായി, ഈ ദൈവത്തെ യഥാർത്ഥമായി അറിയാതെ, മനസ്സിലാക്കേണ്ട വണ്ണം മനസ്സിലാക്കാതെ, പല പ്രശ്നത്തിലും അകപ്പെട്ട് നമ്മുടെ ആയുസ് മുഴുവനും ഒരു വേഗമായിട്ട് ദുഷ്ടപിശാച് നമ്മൾ യഥാർത്ഥമായി എഡ്യൂക്കേഷൻ തരാതെ, വചനം പഠിപ്പിക്കാതെ, വചന വെളിപ്പാട് കിട്ടാതെ ഹല്ലേലൂയ നമ്മളെ കൊണ്ട് നശിപ്പിക്കുമ്പോ, അതിനകത്ത് ഏറ്റവും സാത്താൻ ഉപയോഗിക്കുന്ന ടൂളാ ഇന്ന് ഞാൻ ഈ പറഞ്ഞ മിസ്റ്ററി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആളാണോ? ആത്മാവുള്ള ആളാണോ? നിങ്ങളുടെ ആത്മാവിന് ആ യേശു അപ്പന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കോ ബോധപൂർവം. ഹല്ലേലൂയ. സാത്താനെ, എന്റെ ആത്മാവിന്
യെസ്, എന്റെ ആത്മാവിൽ നിനക്ക് വരാൻ അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ അതിനെ അഴിച്ചു മാറ്റുന്നു, പുറത്താക്കുന്നു. യെസ് യേശുവേ, അങ്ങന്റെ ആത്മാവിനെ നിയന്ത്രിക്കണമേ എന്ന് പറയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ സംതിങ് റോങ് ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ യെസ് ഹല്ലേലൂയ, ആ യേശു പത്രോസിനെ ശാസിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ യെസ് എന്നിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് കമാൻഡ് ചെയ്ത് പുറത്താക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിന് യെസ് നമ്മുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. വചന വെളിപ്പാട് സത്യങ്ങൾ യെസ് ദൈവം വൺ ബൈ വൺ എന്ന് യെസ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു കാര്യം കൂടെ യെസ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഒരു കാര്യം എഴുതുന്നുണ്ട്. ഹല്ലേലൂയ. അതൊരു പ്രത്യേക രീതിയിൽ എഴുതിയേക്കുന്നുണ്ട്. അതിന്റെ അബ്സ്ട്രാക്ട് മാത്രം ഞാൻ പറയാം. ഈ എഫെസോസിലെ സഭയുടെ ദൂത് എഴുതുമ്പോൾ അവർ മിസ്സായത് ആദ്യ സ്നേഹമാണ്. പക്ഷേ ആദ്യ സ്നേഹം മിസ്സായതാണ്. അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു അഗാപ്പെ, പിന്നീട് അവർക്ക് ലോസ് ആയതാണ്. പക്ഷേ അപ്പോഴത്തേക്കും അവർ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തു. ഹല്ലേലൂയ. ഏകദേശം ഒരു 3 years ഒക്കെയാണ് അപ്പോസ്തലൻ പൗലോസിന്റെ ചർച്ച് പ്ലാന്റിങ്ങിന്റെ ടൈം. ഹല്ലേലൂയ. അവിടെ ഒരു വലിയൊരു സീക്രട്ട് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതെന്താന്ന് വെച്ചാൽ 3 മാറ്ററാണ്. യെസ് ഹല്ലേലൂയ. അത് ശരിക്കും നമ്മൾ മലയാളത്തിലെ ട്രാൻസ്ലേഷനിലെ പ്രശ്നമുണ്ട്. ഞാൻ കാര്യം മാത്രം പറയാം. 1-ാം അധ്യായത്തിലുണ്ട്, അതിൽ പകുതിയോട് താഴ്ന്നു വരുമ്പോൾ. ഒന്ന്, പൗലോസ് ഈ വിശ്വാസികൾക്ക് വേണ്ടി ഇവർക്ക് അകപ്പെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാം, സ്നേഹം കണ്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഫർദറായിട്ട് പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിന്നീട് എപ്പോഴോ ലോസായി പോയതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആദ്യമ നൂറ്റാണ്ടിലെ സഭ ഇത്രയും പെട്ടെന്ന് ഈ വിശ്വാസികൾക്ക് ഇത്ര ബോധം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം അവർക്ക് വെറും 3 വർഷം കൊണ്ട് പുതിയൊരു സിസ്റ്റം വന്നപ്പോഴത്തേക്ക് മനസ്സിലാവാൻ പാകത്തിനുള്ള വചനങ്ങള്, ലെറ്റേഴ്സ് അവർക്ക് എഴുതുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. സോ ദേ ആർ സോ എഡ്യൂക്കേറ്റഡ്. അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം, അവരുടെ അറിവ്, അവരുടെ ആ ദൈവികമായിട്ടുള്ള ആ ഒരു സംഭവം ഒത്തിരി ഹൈ ആയിരുന്നു നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന അനുസരിച്ച്. ഹല്ലേലൂയ. പക്ഷെ പൗലോസ് അവിടെ പറയുന്ന ഒരു വലിയ തത്വമുണ്ട്. 3 കാര്യം പൗലോസ് അവരെ കുറിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്ന്, അവർക്ക് നോളജും റെവലേഷനും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കൊടുക്കണമേ എന്റെ വിശ്വാസികൾക്കെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. യെസ്. അടുത്ത പ്രാർത്ഥന അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ വിശ്വാസികളുടെ അകക്കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 3-ാമത്തെ കാര്യം, ഹല്ലേലൂയ, എന്റെ വിശ്വാസികൾക്ക് ഒരു വലിയ കാര്യങ്ങൾ, ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമാകുന്ന വലിയ വിശ്വാസം കൊടുക്കണമേ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. 3 കാര്യം ഞാൻ ഒന്നുകൂടെ പറയും. ഇത് ഈ പ്രാർത്ഥന സഭയ്ക്ക്, നമ്മുടെ കുടുംബത്തില്, കുടുംബാംഗങ്ങൾക്ക്, നമ്മൾ ആയിരിക്കുന്ന ആത്മീയ മണ്ഡലങ്ങളോ ആത്മീയ മണ്ഡലം എസ്പെഷ്യലി നമ്മൾ ഓരോരുത്തർ ഉത്തരവാദിത്തോടെ പ്രാർത്ഥിക്കേണ്ടതാ. ഹല്ലേലൂയ. ദൈവം ഈ ആത്മാവ്, ഈ പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തന്നില്ലേ നമുക്കിതൊന്നും മനസ്സിലാവില്ല. നമുക്കിത് പ്രാർത്ഥിക്കണം. യെസ് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാർട്ട്നേഴ്സിന് വേണ്ടി, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ സഭ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പൗലോസ് ഉപയോഗിച്ചൊരു ടൂളായത് ഒരു വലിയൊരു കാര്യമാണ്. വിശ്വാസത്തോടെ ഇത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഇവർക്ക് ആത്മാവിനെ, പരിജ്ഞാനത്തെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് പരിജ്ഞാനം കിട്ടിയാൽ, ഹല്ലേലൂയ, കാര്യങ്ങൾ മനസ്സിലായാൽ, ഹല്ലേലൂയ, അവര് പോകേണ്ട പോലെ തന്നെ പോകും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകേണ്ടവണ്ണം മനസ്സിലാകാതെ ദുഷ്ടപിശാച് നമ്മൾക്ക് ചിന്തയിൽ വരുന്ന കാര്യമൊക്കെ ശരിയെന്ന് നമ്മൾ ധരിച്ച, ആക്ച്വലി നമുക്കത് ശരിയാണ്. പക്ഷെ ഇന്ന് മുതല് ഇത് കേട്ട ഓരോ വ്യക്തി ജീവിതത്തിലും മനസ്സിലാകാം നമ്മുടെ ശരി എന്താണെന്നറിയാവോ? നമ്മുടെ ആത്മാവിൽ, ഹല്ലേലൂയ, ഒന്നിയിൽ സാത്താനോ അല്ലെങ്കിൽ ദൈവമോ ഇടപെട്ടിട്ട് നമ്മൾ അറൈവ് ചെയ്യുന്ന ഓരോ അണ്ടർസ്റ്റാൻഡിങ്, റിയലൈസേഷനാ. പ്രിയ മക്കളെ, മനഃപൂർവ്വം ഇത് മനസ്സിലാക്കിയിട്ട്, ദൈവമേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ ആത്മാവിനെ, അങ്ങ് എനിക്ക് തന്ന എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈ തരുന്നു. അങ്ങ് ദാവീദ് തന്നതുപോലെ ലജ്ജിക്കാതിരിപ്പാൻ, എന്നെ യഥാർത്ഥമായി നടത്താൻ, യഥാർത്ഥമായ വഴിയിലൂടെ എന്നെ നടത്താൻ ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ തരുന്നു. ദൈവമേ, എന്നെ സഹായിക്കണമേ. ദുഷ്ടനെ ഞാൻ അനുവദിക്കുന്നില്ല, അവിടുന്ന് അത് അനുവദിക്കില്ലേ. പരീക്ഷയിൽ എന്നെ അകപ്പെടുത്തല്ലേ എന്ന്
പ്രാർത്ഥിച്ചിട്ട് അതിന് ശേഷം നമുക്ക് തോന്നുന്ന ശരി, നമ്മുടെ റിയലൈസേഷൻ, അത് സംതിങ് ഡിഫറെന്റാ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ബോധത്തിൽ, അങ്ങനെ ഒരു റിയലൈസേഷനിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രകാശിപ്പിച്ചിട്ടാ നമ്മൾ ഹല്ലേലൂയ അന്നത്തേക്കുള്ള ആഹാരം ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു. ഫിലിപ്പിയൻസ് 4:6-7 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഫിലിപ്പിയൻസ് 4:6-7 ഫിലിപ്പിയർ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പറഞ്ഞോളൂ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിന്റെ കാക്കും. പ്രിയ ദൈവമക്കളെ, ഞാൻ പിന്നെയും പറയാ, നമ്മുടെ ഈ ചിന്താ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, റിയലൈസേഷൻ ആത്മാവിന് അപ്പന്റെ കൈ കൊടുത്തിട്ട്, ആമേൻ. ഇവിടെ പൗലോസ് പറയുന്നിട്ട്, ഞാൻ രാവിലെ തുടങ്ങിയപ്പോ അല്ലെ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചോദിച്ചേ പറ്റൂ. പക്ഷേ യഥാർത്ഥ ദൈവിക പ്ലാൻ നമുക്ക് റിവീൽ ചെയ്തിട്ട് ചോദിക്കുന്നതും നമുക്കൊരു ഈ അന്ധകാര ശക്തി നമ്മളെ തെറ്റായ പല അണ്ടർസ്റ്റാൻഡിങ് വരുത്തി ചോദിക്കുന്നത് ഭയങ്കര വ്യത്യാസമാണ്. ഹല്ലേലൂയ. കാരണം ഇവിടെ പൗലോസ് പിന്നെയും ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, ബി ആൻഷ്യസ് ഫോർ നത്തിങ് ബട്ട് ഇൻ എവരിതിങ് ബൈ പ്രയർ ആൻഡ് supplication with thanksgiving let your request be made known to God. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊരു പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന വെളിപ്പാട് വേണം. അതിനുശേഷം അന്നത്തേക്കുള്ള ആഹാരം ചോദിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ ഒരു പുതിയ പ്രാർത്ഥന, പുതിയ കാഴ്ചപ്പാടുകൂടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.